നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോൾഡ് വാട്ടർ ഇമ്മർഷൻ എന്നതിനെക്കുറിച്ചാണ്. എന്താണ് കോൾഡ് വാട്ടർ ഇമ്മർഷൻ? ഐസ് വെള്ളത്തിൻ്റെ അകത്ത് കയറി കിടക്കുക, ഇതാണ് കോൾഡ് വാട്ടർ ഇമ്മർഷൻ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളും ഇന്ന് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പുറകെയാണ്. അതിനുവേണ്ടി സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരുണ്ട്, ദിവസവും ജോഗിങ്ങിന്, ചിലപ്പോഴൊക്കെ മാരത്തോണിനൊക്കെ പോകുന്നവരുണ്ട്. ഡയറ്റിലൊക്കെ ചില വ്യത്യാസങ്ങൾ, ഉദാഹരണത്തിന് കീറ്റോജനിക് ഡയറ്റൊക്കെ എടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പല ഹെൽത്ത് ഫാഡ്സ് കയറി വരുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഒരു രീതിയാണ് കോൾഡ് വാട്ടർ ഇമ്മർഷൻ. നല്ല അത്ലറ്റ്സ് ഒക്കെ അവർ ശക്തമായ വ്യായാമത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്ക് ശേഷം, ഒരു ഫുട്ബോൾ കളിക്കാരനൊക്കെ ഐസ് നിറച്ച ഒരു ബക്കറ്റിൻ്റെ പോലത്തെ ഒരു ഇതിൻ്റെ അകത്ത് കയറി അവൻ്റെ കഴുത്ത് വരെയുള്ള ഭാഗം ഇറക്കിയിരുത്തുന്നതിനാണ് കോൾഡ് വാട്ടർ ഇമ്മർഷൻ എന്ന് പറയുന്നത്. മസിലിൻ്റെയും ജോയിൻറ്റിൻ്റെയൊക്കെ വേദന കുറയ്ക്കുന്നതിനും റിക്കവറി പെട്ടെന്നാക്കുന്നതിനും എല്ലാം ഈ കോൾഡ് വാട്ടർ ഇമ്മർഷൻ സഹായിക്കും. നമ്മളുടെ മൂഡ് മെച്ചപ്പെടുത്തുന്ന എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹോർമോണുകളുമൊക്കെ ഈ കോൾഡ് വാട്ടർ ഇമ്മർഷൻ റിലീസ് ചെയ്യാറുണ്ട്. ഈ കോൾഡ് വാട്ടർ ഇമ്മർഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാണോ എന്നൊരു കാര്യമാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ഒരു രോഗി വന്നു. 45-നും 50-നും വയസ്സിടയ്ക്കുള്ള ഒരാൾ, കൊളസ്ട്രോൾ മാത്രം ആരോഗ്യ പ്രശ്നം ആയിട്ടുള്ള ഒരാൾ, സ്ഥിരമായി വലിയ വ്യായാമം ഇല്ല. ആ രോഗി ഒരു വ്യായാമത്തിന്, ഒരു റിട്രീറ്റിന് പോയി. അവിടെ വെച്ച് 1 മണിക്കൂർ ശക്തമായ വ്യായാമം ചെയ്തതിന് ശേഷം ഈ കോൾഡ് വാട്ടർ ഇമ്മർഷൻ സ്വീകരിച്ചു. അതിനുശേഷം രോഗിയുടെ ഓർമ്മ താൽക്കാലികമായി നഷ്ടപ്പെട്ടു. 24 മണിക്കൂർ എടുത്തു അവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ. സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൽ ചെറിയ ഒരു ക്ലോട്ടും ഉണ്ടായിട്ടുണ്ട്. കോൾഡ് വാട്ടർ ഇമ്മർഷൻ പോലെയുള്ള പുതിയ രീതികൾ ചിലപ്പോൾ നമ്മളിൽ എല്ലാവർക്കും നല്ലതായിരിക്കണം എന്നില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ശരീരം നല്ല കണ്ടീഷൻഡ് അല്ല, സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരല്ല, അടിസ്ഥാനമായി പ്രഷർ, ഷുഗർ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഒക്കെ ഉള്ളവർ, ഒത്തിരി പ്രായം കുറഞ്ഞവർ, പ്രായം കൂടിയവർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കോൾഡ് വാട്ടർ ഇമ്മർഷൻ പോലുള്ള കുറച്ച് എക്സ്ട്രീമായിട്ടുള്ള രീതികളിലേക്ക് വന്നാൽ ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാം. കോൾഡ് വാട്ടർ ഇമ്മർഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ പതിയെ ശരീരത്തിനെ അതുമായി പൊരുത്തപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ തുടക്കകാലങ്ങളിൽ കുറച്ച് ചെറിയൊരു ടെമ്പറേച്ചർ കുറവുള്ള വെള്ളത്തിലിറങ്ങുക, 10-15 സെക്കൻഡ് മാത്രം ആദ്യകാലങ്ങളിൽ ചെയ്യുക. കാലക്രമേണ എത്ര നേരം എന്നുള്ളത് കൂട്ടിക്കൊണ്ടുവന്ന് വേണം ഇത് മിനിറ്റുകളിലേക്ക് എത്തിക്കാൻ. മാക്സിമം ഒരു 3 മിനിറ്റ് വരെയൊക്കെയാണ് ഈ കോൾഡ് വാട്ടർ ഇമ്മർഷൻ റിക്കവറിക്ക് വേണ്ടിയായിട്ട് റെക്കമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ശരീരത്തിനെ പൊരുത്തപ്പെടുത്തിയിട്ടുള്ള ഒരാളല്ല എങ്കിൽ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ് എങ്കിൽ, പെട്ടെന്ന് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പിൽ വ്യത്യാസം വരികയും ശരീരത്തിൻ്റെ ഉള്ളിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്യാനുള്ള അപകട സാധ്യത ഉണ്ടാവുകയും, ഈ പറഞ്ഞതൊക്കെ ഹൃദയത്തിൻ്റെ മിടിപ്പിലുള്ള വ്യത്യാസമോ അറ്റാക്കിലേക്ക് വരെയൊക്കെ എത്തിപ്പെടാം. പ്രധാനമായും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമുക്ക് ചുറ്റും പല രീതിയിലുള്ള വ്യായാമ മുറകൾ ഉണ്ട്. ഇതിലെല്ലാം ഒരു മൊബൈലിൽ വായിച്ചതുകൊണ്ടോ ഒരു പുസ്തകത്തിൽ കേട്ടറിഞ്ഞതുകൊണ്ടോ ഇത് ചെയ്തിട്ടുള്ള ഒരാളുടെ അഭിപ്രായം കേട്ടതുകൊണ്ടോ നമ്മൾ തുടങ്ങാൻ പാടില്ല. ചില സാഹചര്യങ്ങളിൽ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ വ്യായാമ മുറകൾ സ്ഥിരമായി ചെയ്ത് അതിനെപ്പറ്റി നല്ല അറിവുള്ള ആൾക്കാരുടെ നിരീക്ഷണത്തിൽ അവർ പറയുന്നതനുസരിച്ച് പതിയെ വേണം ഈ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ വ്യായാമ മുറകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കാൻ. നന്ദി.